അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പുണ്യം ചെയ്യുക മാതാപിതാക്കൾക്ക്. വാത്സല്യനിധികളായ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കണമെന്നും അവരെ ധിക്കരിക്കരുതെന്നും നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. റബ്ബിനെ മാത്രം ആരാധിക്കണമെന്നും അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കരുതെന്നും പഠിപ്പിച്ച ഉടനെ തന്നെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും പല സന്ദർഭങ്ങളിലായി ഖുർആനിൽ അള്ളാഹു കൽപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുകയും അവനോട് യാതൊന്നും പങ്കു ചേർക്കാതിരിക്കുകയും മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുകയും ചെയ്യുക എന്ന് സൂറത്തു അൻ-നിസാഇൽ അള്ളാഹു പറഞ്ഞതായി നമുക്ക് കാണാം. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, പിന്നെ ഏതാണ്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരമാണ്. നാം നന്മയിൽ വർത്തിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടത് നമ്മുടെ ഉമ്മമാരോടാണ്. ഒരിക്കൽ ഒരു സഹാബി നബിയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ നല്ല നിലയിൽ വർത്തിക്കാൻ ഏറ്റവും അവകാശപ്പെട്ടത് ആരോടാണ്? നബി പറഞ്ഞു, നിന്റെ ഉമ്മയോട്. അദ്ദേഹം ചോദിച്ചു, പിന്നെ ആരോടാ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിന്റെ ഉമ്മയോട്. അദ്ദേഹം വീണ്ടും ചോദിച്ചു, പിന്നെ ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിന്റെ ഉമ്മയോട്. വീണ്ടും അദ്ദേഹം ചോദിച്ചു, പിന്നെ ആരോടാ? നബി, നിന്റെ ഉപ്പയോട്. ഉമ്മയോട് ഏറ്റവും നന്നായി പെരുമാറാനും സ്നേഹത്തോടെ ഇടപഴകാനും ആവർത്തിച്ച് പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപ്പമാരോടുള്ള കടമകളും ബാധ്യതകളും നിർവഹിക്കുന്നതിൻ്റെ പ്രാധാന്യവും പഠിപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കളെ ആദരിക്കുകയും ഉത്തമമായ രീതിയിൽ അവരോടുള്ള കടപ്പാട് നിർവഹിക്കുകയും ചെയ്താൽ പരലോകത്ത് മാത്രമല്ല ഇഹലോകത്തും നമുക്ക് ഒരുപാട് സൽഫലങ്ങൾ ലഭിക്കും എന്നാണ് പ്രവാചകന്റെ അധ്യാപനങ്ങൾ മനസ്സിലാക്കി തരുന്നത്. ഗുഹയിൽ അകപ്പെട്ട 3 പേർ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ രക്ഷപ്പെട്ട കഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിലൊരാൾ തൻ്റെ മാതാപിതാക്കൾക്ക് ചെയ്ത നന്മ എടുത്തു പറഞ്ഞതാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്. നമ്മുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുകയും അവരെ അനുസരിക്കുകയും അവരോടുള്ള കടമകൾ യഥാവിധി നിർവഹിക്കുകയും ചെയ്യുന്ന നല്ല മക്കളായി ജീവിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ആമീൻ.